സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ സ്വഹാബാ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമാണ്. ആ 100 വർഷത്തെ വഴിദൂരം പടച്ചവനെ സ്വർഗ്ഗത്തിന്റെ പദവികൾ 1 മുതൽ 99 വരെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന സ്വർഗ്ഗം ഏതെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവി. അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വർഗ്ഗത്തിന്റെ 100ാമത്തെ പദവിയെ കുറിച്ച്, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബാ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാനും നിങ്ങളും പടച്ച റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്ക് സ്വർഗ്ഗം തരണേ പടച്ചവനെ. ഈ പാതിരാത്രിയിൽ ഈ സദസ്സിൽ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ, വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്നതും ഇതിന്റെ പിന്നിൽ എനിക്കും നിങ്ങൾക്കും ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, അല്ലാഹുവേ 1 രൂപ സദഖ കൊടുത്താൽ, പടച്ച റബ്ബിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് ഇതിന് പകരം സ്വർഗ്ഗം തരണേ പടച്ചവനെ, ഇതിന് പകരം എനിക്ക് സ്വർഗ്ഗം തരണേ പടച്ചവനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, യാ സ്വഹാബാ പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ പോകണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണം. അതുകൊണ്ട് സ്വഹാബാ, ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം ചോദിക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം അത് അല്ലാഹുവിന്റെ പ്രവാചകൻ കിടക്കുന്ന സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗം കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി ദുആ ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകർ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്നവരാ. എപ്പോഴാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? പടച്ച റബ്ബിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ വിശ്വാസികൾ ഇരുകരങ്ങൾ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ الذي وعدت وارزقنا
شفاعة يوم القيامة അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ബാങ്ക് വിളിച്ചതിനു ശേഷം ദുആ ചെയ്യണം ബാങ്ക് വിളിച്ചതിനു ശേഷം വസീല തേടണം എന്റെ ശഫാഅത്ത് ചോദിക്കണം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യാ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ബാങ്ക് വിളിച്ചതിനു ശേഷം ആ ദുആയിക്ക് വല്ലാത്ത പ്രതിഫലമാണ് ആ ദുആയിക്ക് വല്ലാത്ത മഹത്വമാണ് പ്രവാചകൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ബാങ്ക് വിളിച്ചതിനു ശേഷം ദുആ ചെയ്താൽ ബാങ്ക് വിളിച്ചതിനു ശേഷം എന്നോട് ശഫാഅത്ത് ചോദിച്ചാൽ എന്നെ വസീലയെ തേടിയാൽ അവന് നാളെ എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആരാ ദുആ ചെയ്യുന്നത് ബാങ്ക് വിളിച്ചതിനു ശേഷം ദുആ ചെയ്യുന്നവരുണ്ട് പക്ഷേ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമോ നിനക്ക് പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുമോ നിനക്ക് ആ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ പറഞ്ഞില്ലേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ സംസാരിക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ ആ സമയത്ത് സംസാരിച്ചാൽ അവന്റെ ആഖിബത്ത് മോശമാകും അവന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്താൽ പറയാൻ അവന്റെ നാവ് പൊങ്ങില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും അറിയുന്നവരാണ് മദ്രസയിൽ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നവരാ പക്ഷേ നിസാരമായി തള്ളിക്കളയുന്നവരാ എങ്കിലും നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയില്ല ബാങ്ക് വിളിക്കുന്ന സമയത്ത് കിടന്ന് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പടച്ചവനെ ഫോൺ വിളിച്ചാൽ പടച്ചവനെ ആ സമയത്ത് ഫോൺ വെക്കാതെ സംസാരിക്കുന്നവരാ എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാണ് 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു മനുഷ്യന് 6 സമയങ്ങളിൽ സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് പൊളിഞ്ഞു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ 6 സമയങ്ങളിൽ സംസാരിക്കല്ലേ 6 സമയങ്ങളിൽ ദുനിയാവിന്റെ കാര്യം പറയല്ലേ ദുനിയാവിന്റെ കാര്യം സംസാരിക്കല്ലേ എന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോവുകയാ ഒരു പ്രാവശ്യം സംസാരിച്ചാൽ നിന്റെ 30 കൊല്ലത്തെ അമലാണ് നഷ്ടപ്പെട്ടു പോകുന്നത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ എന്റെ പ്രിയമുള്ളവരെ സംസാരിക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ അവിടുന്ന് പറഞ്ഞു തരികയാ 6 സമയങ്ങളിൽ ഒന്നാമത്തെ സമയമേതെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ അത് ബാങ്ക് വിളിക്കുന്ന സമയമാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യർ എന്റെ പ്രിയമുള്ളവരെ സംസാരിച്ചാൽ ആ ബാങ്കിന്റെ ജവാബല്ലാതെ മറ്റേതെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യന് സംസാരിച്ചാ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോവുകയാ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ എന്റെ പ്രിയമുള്ളവരെ ബാങ്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്യണേ അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിൽ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെന്ന് പറഞ്ഞു സഹാബാ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ച ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ പ്രവാചകനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം ആർക്കുള്ളതാണ് ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആർക്കുള്ളതാണ് നബിയേ ഈ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയിൽ കടന്നു പോകുന്ന ആ വിവിഐപി ആരാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു സഹാബാ
ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗ്ഗത്തിന്റെ അവകാശി ആരെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാ. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവര് ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാണ്. രണ്ടാമത്തെ അവകാശി ആരെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദായവരുണ്ടല്ലോ. ആ ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സ്വർഗം ചോദിച്ചാൽ സ്വർഗം തരണേ എന്നല്ല, ജന്നാത്തുൽ ഫിർദൗസ് എന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ വസീല തേടണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ബാങ്ക് വിളിച്ചതിന് ശേഷം 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായി അലിയാരി തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരിക്കാൻ പാടില്ലാത്ത 1ാമത്തെ സമയം ബാങ്ക് വിളിക്കുമ്പോഴാണ്. ബാങ്ക് വിളിക്കുന്ന സമയം, ആ സമയത്തായിരിക്കും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളും എല്ലാവരും ബാങ്ക് വിളിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 30 വർഷത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. 2, എന്റെ വിഷയമല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംസാരിച്ചാൽ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 1ാമത്തെ സ്ഥലം ബാങ്ക് വിളിക്കുമ്പോഴാണ്. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി 5 സ്ഥലങ്ങളുണ്ട്, എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. വേണമെങ്കിൽ പറഞ്ഞുതരാം. വേണോ? കേൾക്കണോ? വേണോ വേണ്ടേ? താല്പര്യമുള്ളവർ കൈപൊക്കിക്കേ. ബാക്കിലുള്ളവർക്കൊന്നും വേണ്ടായിരിക്കും, കാരണം നിങ്ങൾ VVIP-കളായിരിക്കും. നിങ്ങൾ 100ാമത്തെ സ്വർഗത്തിന്റെ മുകളിൽ ഇനി 101 പോകാതിരിക്കുന്നവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാനൊന്നുമില്ല. ഒരൊറ്റ വട്ടം സംസാരിച്ച 30 കൊല്ലം. ഞാൻ ബാങ്ക് വിളിക്കുന്ന സമയത്തൊന്ന് സംസാരിച്ചാൽ എന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പോയി. ഞാൻ എന്റെ 30 വയസ്സായി, 31ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ച എന്റെ ആയുസ്സിൽ വഴുതു പറഞ്ഞതും പള്ളി കെട്ടിക്കൊടുത്തതും സദക്ക വാങ്ങിക്കൊടുത്തതും എല്ലാം പോയി. ഒറ്റ പ്രാവശ്യം സംസാരിച്ച പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ 1ാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയം. 2 അള്ളാഹുവെ പടച്ചവനെ, ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് സംസാരിക്കല്ലേ എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല. ഇൽമിന്റെ മജ്ലിസിൽ, ഇത് സ്വർഗമാണ്, നല്ല കാര്യം പറയുന്ന സ്ഥലത്ത് വന്നിരുന്നിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല. വയത് പറയുന്നത് കേൾക്കുക, ഇല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങുക. ഇവിടെ ഇരുന്നിട്ട് വെറുതെ പ്രതിഫലം നഷ്ടപ്പെടുത്തിട്ട് ആവശ്യമില്ലാത്ത സംസാരം. പടച്ചവന് ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, ഉസ്താദ് വയതിന് പോകുമ്പോ ഈ മൊബൈൽ ഉപയോഗത്തെ കുറിച്ചൊന്ന് പറയണം. അവിടെ ഇരുന്ന് വാട്സപ്പ് പ്രയോഗം നടത്തുന്നവരാ അല്ലേ? ഇൽമു പറയുന്ന സദസ് മജ്ലിസുകളിൽ ഇരുന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസാരിക്കാൻ പാടില്ല. 3 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ എന്ന് മഹാനായ സയ്യിദുനാ അലി അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ അള്ളാഹു പടച്ചവനൊക്കെ സംസാരിക്കും. ബിസ്മിയൊന്നും ഓതത്തില്ല, വീണ്ടും ഓതര തന്നെ. നിന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ സമയം, നമസ്കരിക്കുന്നതല്ല, നമസ്കാരത്തിന്റെ സമയത്ത് പോലും കൈകെട്ടാൻ വേണ്ടി കയറി നിയ്യത്തൊക്കെ ചെയ്ത് എന്നിട്ട് സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ചർച്ചകളും നടക്കുന്നത് പള്ളിക്കാട്ടില്ല. ഖബറിന്റെ ചാരത്ത് ഒരു മയ്യത്ത് കൊണ്ടുപോയി ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും കണ്ട് ജീവിച്ചിരുന്ന പച്ചയായ ഒരു മനുഷ്യനെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അവന്റെ നെഞ്ചത്ത് വാശിയോടെ 3 പിടി മണ്ണും വാരി എറിഞ്ഞിട്ട് പറയാറുണ്ട്, നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അവിടേക്ക് തന്നെ നിന്നെ മടക്കി എന്ന് പറഞ്ഞു മണ്ണും വാരി നെഞ്ചത്തിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കരുത്, ദുനിയാവിന്റെ കാര്യം സംസാരിക്കരുത്. നിന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6ാമത്തത് ജനാസ കൊണ്ടുപോകുമ്പോ ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് അടക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോ പുറകെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊണ്ടുപോകും. അതിന്റെ കൂടെ അവന്റെ പച്ചയിറച്ചി തിന്നോണ്ട് പോകുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 സ്ഥലങ്ങളിൽ സംസാരിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ ഈ സ്വർഗത്തിൽ പോകത്തുള്ളൂ? പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകത്തുള്ളൂ? അവിടെ പോകാൻ വല്ല അവകാശമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില നല്ല കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന് ഫിർദൗസ് എന്ന സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും നാളെ പ്രവാചകന്മാരും ശുഹദാക്കളും കിടക്കുന്ന സ്വർഗത്തിലെ 100ാമത്തെ പദവിയിൽ നമ്മുടെ വാപ്പയായ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെ വരില്ല. ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൂടെ നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ നിനക്ക് എളുപ്പമായി അവിടെ എത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. ആ എളുപ്പ വഴി നമുക്ക് പഠിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോ ഞാനൊരു എളുപ്പ വഴികൾ പറഞ്ഞു തരാം, ഒന്നുകൂടെ കൂടിയാൽ മതി. നമുക്ക് ഇവരുടെ കൂടെ പോകാൻ, അവിടെ എത്താൻ ഒരു എളുപ്പ വഴി, ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം വരെ ഇരുന്നിട്ട് സഹിച്ച്, അവസാനം വരെ ഞാൻ പറയുന്നതെല്ലാം കേട്ട് സഹിച്ച് ഇവിടെ ഇരുന്നിട്ട് പിരിയുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ദിക്റുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് സ്വപ്നം കാണണോ? നമ്മുടെ മോഹമാണ് ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിം ഇല്ല. ഖബറിനകത്ത് കിടക്കുമ്പോ അവിടെയും നിനക്ക് പ്രവാചകനെ കാണാൻ കഴിയും. ദുനിയാവിൽ ജീവിക്കുമ്പോഴും പ്രവാചകനെ കാണാം, ഖബറിനകത്തും പ്രവാചകനെ കാണാം. നാളെ പരലോകത്ത് പ്രവാചകന്റെ സഹായം നിനക്ക് കിട്ടും. നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്റെ കൂടെ നിനക്ക് കടക്കാൻ കഴിയുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. അതെല്ലാ ദിവസവും നീ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് അതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരേ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്നത് ദുനിയാവിൽ റസൂലുള്ളാഹിനെ നിനക്ക് സ്വപ്നം കാണാൻ കഴിയും. ഖബറിനകത്ത് പോകുമ്പോ നിനക്ക് അതിനകത്തും കാണാം, റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. നാളെ പരലോകത്ത് വെച്ച് പ്രവാചകന്റെ സഹായം ശഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗത്തിൽ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ കഴിയുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിനക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ദിക്റും പറഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ന് ദുആ ചെയ്തു പിരിയാൻ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹത്തിനെ കുറിച്ച്, ആ 100ാമത്തെ പദവിയിലെ പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശികളാരാ? ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരാരാ നബിയേ? ഏത് നന്മയാ നബിയേ? ഏത് നന്മയാ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പാതിരാത്രി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് ഈ പുണ്യമായ സദസ്സിന്റെ 4ാമത്തെ ദിവസം ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ പ്രവാചകന്മാര് കിടക്കുന്ന സ്വർഗ്ഗത്തിൽ നിനക്ക് കിടക്കണമെന്ന മോഹമുണ്ടോ? ആഗ്രഹമുണ്ടോ പൊന്നുമോരെ? ആഗ്രഹമുണ്ടോ പൊന്നുമോരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആയുസുണ്ടല്ലോ, അല്ലാഹു നിനക്ക്
നിനക്ക് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ പടച്ചവനെ 10 ആകട്ടെ 20 ആകട്ടെ 30 ആകട്ടെ 40 ആകട്ടെ 50 ആകട്ടെ 60 ആകട്ടെ അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്സുണ്ടല്ലോ അല്ലാഹു കൊടുത്ത അല്ലാഹു നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ ബഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഏതെങ്കിലും ഒരു 60-70 തികഞ്ഞ മരണം കാത്തിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ എന്റെ ആയുസ് അല്ലാഹുവിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ബഅദ് പറയുന്ന സിറാജുരു ഈ 31 വർഷം പടച്ചറപ്പിന് വേണ്ടി കൊടുത്തെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ പടച്ചറപ്പ് തരുന്ന ജീവിതത്തിന് വല്ലാത്ത വിലയാ അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിൽ രണ്ടാമതൂതുമ്പോ എന്റെ പ്രിയമുള്ളവരെ കബറിനകത്ത് നിന്നെഴുന്നേറ്റ് ഞാനും നിങ്ങളും എല്ലാവരും പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന രംഗമുണ്ടല്ലോ അല്ലാഹുവിന്റെ കോടതി ചെമ്പിന്റെ തറയുണ്ടല്ലോ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ ആ പരലോകത്തെ കടന്നു ചൊല്ലുമ്പോ അല്ലാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ അല്ലാഹു എന്നോടും നിങ്ങളോട് നാളെ പരലോകത്ത് വെച്ച് പടച്ചറപ്പൊന്നാമതായി ചോദിക്കുന്ന ചോദ്യം ഞാൻ നിനക്ക് തന്ന നിന്റെ ആയുസ് നീ എന്തിന് ചിലവഴിച്ചടാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അതിനുത്തരം പറയാതെ നീ വെച്ചിരിക്കുന്ന കാലം ചലിപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ മോനെ വെച്ചിരിക്കുന്ന കാലുണ്ടല്ലോ ചവിട്ടിയിരിക്കുന്ന കാലുണ്ടല്ലോ അതൊന്ന് ചലിപ്പിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ അല്ലാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യവാ ഞാൻ തന്ന ജീവിതം നീ എന്തിന് ചെലവഴിച്ചടാ എന്റെ പ്രിയമുള്ളവരെ സമയത്തിന്റെ വിലയാണ് നമ്മൾ പാഴാക്കി കളയുന്ന എത്രയോ സമയം ഞാനും നിങ്ങളും പാഴാക്കി കളയുന്നു നിസ്സാരമായി തള്ളിക്കളയുന്നു ഈ സമയത്തിന്റെ വില എന്തെന്നറിയുമോ ഈ സമയത്തിന്റെ വില എപ്പോഴാ തിരിയുന്നതെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ മലക്കുൽ മൗത്തിനെ കണ്ണുകൊണ്ട് കാണുന്ന സമയമാ എപ്പോഴെന്നറിയുമോ ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഇസ്രായേലേ ഒരൽപ്പം സമയം താ എനിക്കൊരു നിമിഷം കൂടത്താ എത്രയോ സമയം ഞാൻ പാഴാക്കി കളഞ്ഞു എനിക്കൊരവസരം കൂടത്താ ഇസ്രായേലേ ഞാനും നിങ്ങളും സമയത്തിന് വേണ്ടി കടന്ന് യാചിക്കുന്ന ഒരു രംഗം വരാറുണ്ട് മറന്നു കളയല്ലേ ചെറുപ്പക്കാരാ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോഴും ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴും സമയമാ ചോദിക്കുന്നത് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ വൈദാ റഅതഹും മിൻ മകാനി ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികളും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ച് കോടാനുകോടി മലക്കുകൾ പടച്ചറപ്പിന്റെ നരകത്തിന്റെ ഒരു ഭാഗത്ത് 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം ഈ ദുനിയാവിനെക്കാളും വലുതാ അവര് കരഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്ന രംഗമുണ്ടല്ലോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയാ നമ്മളിൽ പലരും ആ നരകത്തെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോ അല്ലാഹുവോട് പറയും റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ ഒരവസരം താ പടച്ചവന് ഒരു ചാൻസ് കൂടെ താ പടച്ചവന് ഒരിക്കൽ കൂടെ കാസർഗോഡ് എന്റെ നാട്ടിലേക്ക് എനിക്കൊരവസരം കൂടെ താ പടച്ചവന് ഞാൻ അവിടെ പോയി നല്ലത് ചെയ്യാമല്ലോ
അവിടെ കടന്നു പോലും സമയത്തിന് വേണ്ടി ഒരവസരത്തിന് വേണ്ടി യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആയുസ് പടച്ചറപ്പിന് കൊടുക്കടാ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിവാ മർവാതില്ലാഹ് വല്ലാഹു റഊഫുർ ബിൽ ഇബാദ്. അല്ലാഹു തന്ന ജീവിതമുണ്ടല്ലോ, അല്ലാഹു തന്ന ആയുസുണ്ടല്ലോ, അത് പടച്ചറപ്പിന് കൊടുത്താലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അത് പടച്ചറപ്പിന് കൊടുക്കണം പൊന്നുമോര്. നിന്റെ ജീവിതം നിന്റെ ഭാര്യക്കുള്ളതല്ല, നിന്റെ മക്കൾക്കുള്ളതല്ല, നിന്റെ മാതാപിതാക്കൾക്കുള്ളതല്ല, നിനക്ക് സുഖിക്കാനും ആസ്വദിക്കാനും ഉള്ളതല്ല. അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനെന്നറിയുമോ? അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അതൊരു വല്ലാത്ത ഭീഷണിയുടെ ചോദ്യം, ഒരു താക്കീതിന്റെ ചോദ്യം. എടാ, നിന്നെ പടച്ചിട്ട് നിനക്കിതെല്ലാം വാരിക്കോരി തന്നിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ ചെറുപ്പക്കാരാ? ഇല്ലടാ പൊന്നുമോര്, പടച്ചറപ്പ് നമ്മളെ വെറുതെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ളത് തിന്ന്, ഇഷ്ടമുള്ളത് കുടിച്ച് സുഖിച്ചു ആസ്വദിച്ച് മതിമറന്നിട്ട് അഹങ്കാരിയെ പോലെ നടക്കാനല്ല പടച്ചറപ്പ് നമ്മളെ സൃഷ്ടിച്ചത്. അല്ലാഹുവിനെ വഴിപ്പെടുന്നതിന് വേണ്ടിയാ, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് വേണ്ടി ഇന്ന് പരിശുദ്ധമായ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള യുവത്വേ, നമ്മുടെ ജീവിതം എന്തിനാ ചെലവഴിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല മനസ്സാ വേണ്ടത്. അല്ലാഹു നമ്മ ആയുസ് പടച്ചറപ്പിനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ ഞാൻ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാ, എന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയാ. പാപ്പാ, അവർക്ക് വേണ്ടി ജീവിച്ചാ മതിയോ? നിനക്ക് വേണ്ടിയൊന്നും ജീവിക്കണ്ടേ? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ, മരണത്തിന് വരേണ്ട സ്ഥലമറിയില്ലല്ലോ. എവിടെയും കയറി വരും, എവിടെയും മരണം കയറി വരും. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസമുണ്ടല്ലോ, പടച്ചവനെ, കൊല്ലം ജില്ലയിൽ ഞാൻ പലപ്പോഴും വയലിന് പോകുമ്പോ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഉസ്താദ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഒരു നല്ല പെണ്ണിനെ കിട്ടാൻ, പടച്ചറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പലപ്പോഴും ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടല്ലോ, കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടല്ലോ, ആ പൊന്നുമകന്റെ വിവാഹമായിരുന്നു. ആ പൊന്നുമകന്റെ വിവാഹമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ വല്ലാത്ത സന്തോഷവാ. പടച്ചവനെ, 4 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. പടച്ചുറപ്പേ, ബുധനാഴ്ച പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് മണിയറക്കകത്തേക്ക് കടന്നുപോയ ചെറുപ്പക്കാരൻ പിന്നെ എഴുന്നേറ്റില്ല പൊന്നുപോരേ. 5-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോ ആ പൊന്നുമോനെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കി ചെറുപ്പക്കാരാ. വിവാഹത്തിന്റെ 4-ാമത്തെ രാത്രിയിൽ പടച്ചറപ്പിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തിയിട്ട് പോയി ചെറുപ്പക്കാരാ. മോനെ, എപ്പോഴാടാ മരണം വരുന്നതെന്നറിയില്ല. എവിടെയും കടന്നു വരും, അസ്രായേൽ എവിടെയും കടന്നു വരും. അതുകൊണ്ട് പടച്ചറപ്പിനെ കുറിച്ചുള്ള പേടിയോടെ ജീവിക്കുക ചെറുപ്പക്കാരാ. സുഖവും മോഹവും ആഗ്രഹവുമെല്ലാം പടച്ചറപ്പിന് വേണ്ടി മാറ്റിവെക്ക പൊന്നുമോര്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നിറം ഒരു തടസ്സമാകുമോ നബിയേ? സഅദ് റളിയല്ലാഹു തആല അൻഹു സൗന്ദര്യമില്ലാത്തവനാണ്, കരിക്കട്ടയെ പോലെ കറുത്തവനാണ്.
കരിക്കട്ടയെ പോലെ കറുത്തവനാ സഅദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, നബിയേ, ഈ കറുപ്പ് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തടസ്സമാണോ? അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, സഅദ്, എന്തേ നീ അങ്ങനെ ചോദിച്ചത്? എന്തേ നീ അങ്ങനെ ചോദിച്ചത്? സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ. എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല. എനിക്ക് സൗന്ദര്യമില്ലാത്തത് കാരണം ഒരു മനുഷ്യനും എനിക്ക് ശനിക്കതാ തന്റെ മകളെ കെട്ടിച്ചു തരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് വേദനയോടുകൂടി സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു ഒരു കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ വീട്ടിൽ പോയിട്ട് നീ ചോദിക്കും, മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന്. ഞാനാ പറഞ്ഞു വിട്ടതെന്ന് പറയാൻ ആ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിടുമ്പോ പടച്ചവനെ, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ആ കോടീശ്വരന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്ന് സലാം പറഞ്ഞു. അല്ലാഹുവേ, പടച്ചവനെ, വാതിൽ തുറന്നിട്ട് ആ മനുഷ്യൻ ഇറങ്ങി വരുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു വഹബിനോട് ചോദിച്ചു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാ. പടച്ചവനെ, അംർ ഇബ്നു വഹബ് അങ്ങോട്ട് നോക്കുമ്പോ കറുത്ത് കരിക്കട്ടയെ പോലെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ അവിടുന്ന് പറഞ്ഞു, ഇല്ലടാ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരൂല. കാരണം സൗന്ദര്യമില്ലാത്തവനാ, കണ്ടാൽ അറുപ്പ് തോന്നുന്ന രൂപം. പടച്ചവനെ അവിടുന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു കണ്ണ് നിറഞ്ഞുകൊണ്ട് വീടിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് തിരിച്ചു നടക്കുകയാ. ആ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോ അംർ ഇബ്നു വഹബിന്റെ സുന്ദരിയായ യുവത്വത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഏത് ചെറുപ്പക്കാരനും കെട്ടണമെന്ന് മോഹം തോന്നുന്ന ആ സുന്ദരിയായ പെണ്ണ് തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, വാപ്പാ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട പുതുമാപ്പിളയാട്. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട പുതുമാപ്പിളയാ. നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വിട്ടല്ലോ. വാപ്പാ, അവനെ കാണാൻ അഴകില്ലെങ്കിലും, അവനെ കാണാൻ അഴകില്ലാത്തവനാണെങ്കിലും എനിക്കവനെ ഇഷ്ടപ്പെട്ടു വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് വാപ്പാ. അതുകൊണ്ട് ഓടി ചെന്നിട്ട് സമ്മതമാണെന്ന് പറ വാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, അംർ ഇബ്നു വഹബിന്റെ സുന്ദരിയായ പൊന്നുമോൾ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കുമ്പോ ആ സഹോദരൻ പടച്ചവനെ അംർ ഇബ്നു വഹബ് ഇറങ്ങി ഓടുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ മനസ്സ് വേദനിപ്പിച്ചിറക്കി വിട്ടത് അവന് കള്ളം പറയുകയാണോ എന്ന് പേടിച്ചിട്ടാ നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടവനാണെങ്കിൽ എനിക്ക് സമ്മതമാ നബിയേ. എന്റെ പൊന്നാര മകള് കോടീശ്വരനായ അംർ ഇബ്നു വഹബ് പറയുകയാണ്, എന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം ഉറപ്പിച്ച പൊന്നുപോര് അംർ ഇബ്നു വഹബിന്റെ പൊന്നുമോള് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മഹ്ർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. ഞാൻ പാവപ്പെട്ടവരാ നബിയേ. വിവാഹം കഴിക്കണമെങ്കിൽ
കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണമല്ലോ നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സഹാബിമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് വാങ്ങാ പറഞ്ഞു വിടുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ എത്രയോ കൊല്ലങ്ങൾ മോഹിച്ച് നടന്നിട്ട് ഒരു മനുഷ്യനും തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്തില്ല. അവസാനം ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി. പടച്ചവനെ വല്ലാത്ത ആഗ്രഹത്തോട് സഹാബത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചുറപ്പേ അല്ലാഹുവേ, അവിടുന്ന് പണവും വാങ്ങിയിട്ട് പടച്ചവനെ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി പട്ടണത്തിലേക്ക് കടന്നു പോവുകയാ. വിവാഹ വസ്ത്രം വാങ്ങാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങാൻ, പുതുമണവാളനെ പോലെ ഒരുങ്ങുന്നതിന് വേണ്ടി വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി പണവുമായി കമ്പോളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാണ്. ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാ. യുദ്ധത്തിന് തയ്യാറെടുക്കണ്, യുദ്ധത്തിന് തയ്യാറെടുക്കണ്. പടച്ചവനെ കൊല്ലങ്ങളായി നടന്നിട്ട് ആരും വിവാഹം കഴിച്ചു കൊടുക്കാ തയ്യാറായില്ല. അവസാനം ഒരു നല്ല പെണ്ണിനെ കിട്ടി. ആ പെണ്ണിന് ധരിക്കുന്നതിന് വേണ്ടി വസ്ത്രം വാങ്ങാൻ പട്ടണത്തിലേക്ക് കടന്നുപോയ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിലേക്ക് ഈ ശബ്ദം അങ്ങ് കേൾക്കുമ്പോ അല്ലാഹുവേ, മഹറിന് കൊടുക്കാ പടച്ചവനെ പുതുവസ്ത്രം വാങ്ങാ കമ്പോളത്തിലേക്ക് കടന്നുപോയ സഅദ് റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പേ കടന്നു ചെന്നിട്ടൊരു കുതിരയെ വാങ്ങുകയാ. ഒരു കുതിരയെ വാങ്ങി, ഒരു വാള് വാങ്ങി, പടച്ചവനെ ഒരു പടയങ്കി വാങ്ങി, എന്നിട്ടൊരു തലപ്പാവ് വാങ്ങി. അല്ലാഹുവേ, എന്നിട്ടെല്ലാം വാങ്ങിയിട്ട് കുതിരയുടെ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് തന്റെ മുഖമങ്ങ് തുണി കൊണ്ട് കെട്ടിക്കിടക്കുകയാ. കണ്ണുകൾ മാത്രം വെളിയിലാക്കി ആ പുതുമണവാളൻ തന്റെ മുഖം മുഴുവനും അങ്ങ് മറയ്ക്കുകയാണ്. എന്തിനെന്നറിയുവോ എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് പോകാരാ. യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി തന്റെ മുഖം മറച്ചിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പാഞ്ഞിറങ്ങുകയോ. പടച്ചവനെ ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ കണ്ടു, അത് മലക്കാണോ അതോ മനുഷ്യനാണോ? പടച്ചവനെ ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിച്ച് തരിപ്പണമാക്കുകയോ. എല്ലാവരും ആ ചെറുപ്പക്കാരനെ ആകാംക്ഷയോടെ നോക്കുകയാ. ആരാണെന്ന് മനസ്സിലാകുന്നില്ല, മുഖം മുഴുവനും മറച്ചിട്ടിരിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോ യുദ്ധക്കളത്തിലെ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്നു ഈ ചെറുപ്പക്കാരനെ കാണാ. എല്ലാവരും ഓടുകയാണ്. അവൻ ആരാണെന്നറിയണമല്ലോ. എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോ ആരാ കിടക്കുന്നത്? ശരീരം മുഴുവനം വെട്ടുകൊണ്ട് 72ഓളം വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരെന്നറിയുവോ? നാളെ വിവാഹ പന്തലിൽ കടന്നു പോകേണ്ടവരോ, നാളെ ഒരു പെണ്ണിന്റെ കൈ പിടിക്കേണ്ടവരോ, നാളെ ജീവിതത്തിന്റെ തുടക്കം കുറിക്കേണ്ട സഅദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ആരോ ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സഅദ് റളിയല്ലാഹു തആല അൻഹു ആ മുഖം മറച്ചിട്ട് പോയ ചെറുപ്പക്കാരൻ ആരെന്നറിയുവോ? അത് സഅദ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് വെക്കുകയാണ്. പ്രവാചകന്റെ മടിയിലേക്ക് വെച്ചു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഅദ്, നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ സഅദ്, എത്ര കൊല്ലത്തെ അഭിലാഷമായിരുന്നു സഅദ്. ഒരു സുന്ദരിയായ പെണ്ണ് നിന്നെ കാത്തിരുന്നപ്പോ നീ എന്തിനാ യുദ്ധക്കളത്തിൽ
അടുക്കിലേക്ക് വന്നത്. നിന്നെ ഞാൻ പുതുവസ്ത്രം വാങ്ങാൻ പറഞ്ഞു വിട്ടതല്ലോ. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല എന്തിനാണ് മുഖം മറച്ചതെന്നറിയുവോ? യുദ്ധക്കളത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറഞ്ഞു വിടുമെന്ന് സഅദ് അറിയാ. കാരണം നാളെ വിവാഹമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ മുഖം മറച്ചതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണെന്ന് ചോദിക്കുമ്പോ സഅദ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പൊന്നുമോനെ, ഈ നശ്വരമായ ദുനിയാവല്ലല്ലോ, ഇനി ഒരു വലിയ ജീവിതമുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ അല്ലാഹു ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിന് ചിലവഴിച്ചടാ? എല്ലാരും അല്ലാഹുവേ എന്റെ കുടുംബം കൊടുത്തു, എന്റെ സമ്പത്ത് കൊടുത്തു, എന്റെ ഭാര്യയെ കൊടുത്തു, എന്റെ മക്കളെ കൊടുത്തു, എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ പറയാറ് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ നബിയേ. എനിക്ക് പറയാമല്ലോ, എന്റെ വിവാഹത്തിന്റെ തലേ ദിവസം പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി എനിക്ക് പോരാടിയിട്ട് ശഹീദാകാ കഴിഞ്ഞല്ലോ. എനിക്കത് മതി നബിയേ. നാളെ പടച്ചറപ്പ് ചോദിക്കുമ്പോ പറയാൻ എനിക്കിതെങ്കിലും ഉണ്ടല്ലോ. നാളെ സ്വർഗത്തിന് ജന്നാത്തിൽ ഫിർദൗസ് എനിക്ക് കിട്ടുമല്ലോ നബിയേ. നാളെ അവിടെ അങ്ങയുടെ കൂടെ നടക്കാ കഴിയുമല്ലോ നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ സഹാബി അവിടെ കിടന്ന് മരണപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബത്ത് മുഴുവനും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പ്രവാചകന് പെട്ടെന്ന് തലതിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് റസൂലുള്ള തലതിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ 72 ബെട്ടുകൾ കൊണ്ട് മരിച്ചു കിടക്കുന്ന നാളെ വിവാഹ പന്തലിൽ കടന്നു പോകണ്ട? ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നപ്പോ എന്തിനാണ് ചിരിച്ചുകൊണ്ട് തലമടക്കിയത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, യാ സ്വഹാബാ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ ആ സഅദിന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുന്ന കാഴ്ച കണ്ട് സഹാബാ. അതിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന്റെ കാൽപാദം വെളിവായി സഹാബാ. അത് കണ്ടപ്പോ കാണാതിരിക്കാനാണ് ഞാൻ തലതിരിച്ചതെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹു സിറാജിനോട് ചോദിക്കും, അല്ലാഹു നിങ്ങളോട് ചോദിക്കും, ഞാൻ തന്ന ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചടാ എന്ന് പറയും. പൊന്നുമോനെ, മൊബൈലിൽ ചെലവഴിച്ചെന്നോ, വാട്സപ്പില് ചെലവഴിച്ചെന്നോ, ഫേസ്ബുക്കില് ചെലവഴിച്ചെന്നോ, അതോ റോഡിന്റെ സൈഡില് ചെലവഴിച്ചെന്നോ, അതോ സ്കൂളിന്റെ ഫ്രണ്ടില് ചെലവഴിച്ചെന്നോ, അല്ലെങ്കിൽ ടിവിയുടെ മുന്നില് ജീവിതം തുലച്ചു എന്ന് പറയാ കഴിയുമോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് അല്ലാഹു തന്ന ആയുസ് അല്ലാഹു കൊടുക്കുമോ? അല്ലാതെ നിനക്ക് സ്വർഗം കിട്ടൂല, അല്ലാതെ നിനക്ക് സ്വർഗം കിട്ടൂല. മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ വല്ലാത്ത ഒരു ചെറുപ്പക്കാരനാ. മോനെ, അതുപോലെയാകണം ചെറുപ്പക്കാരോ. വീടിന്റെ മുന്നിലെ കബർ കുടിച്ചിട്ടടാ. റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വീടിന്റെ മുന്നിലെ കബർ കുടിച്ചിടും. പടച്ചവനെ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ കബറിനകത്തിറങ്ങി കിടക്കാറാ. കബറിനകത്തൊരൽപ്പം സമയം കിടക്കാറുണ്ട്. എന്നിട്ട് ഇറങ്ങി വെളിയിലേക്ക് പോകും. അവസാനം പാതിരാത്രി വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, തന്റെ ബെഡ്റൂമിൽ കയറി കിടക്കുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരൻ വന്നിട്ട് കബറിനകത്തിറങ്ങി കിടക്കുകയാ. അല്ലാഹുവേ, അവിടെ
ഇവിടെ ചോദിച്ചു, എന്തിനാണ് റബിയ കബറിനകത്ത് കിടക്കുന്നത്? എന്തിനു വേണ്ടിയോ? 6 അടി മണ്ണിനകത്തേക്ക് പോയി കിടക്കേണ്ടവനല്ലേ? ഒന്ന് ശീലിക്കുകയാണ്, എനിക്കൊന്ന് ശീലിക്കണമല്ലോ. 6 അടി മണ്ണിലേക്ക് പോകുമ്പോ എന്റെ വാപ്പ വരില്ലല്ലോ, എന്റെ ഉമ്മ വരില്ലല്ലോ, എന്റെ കൂടപ്പറപ്പ് വരില്ലല്ലോ, എന്റെ കൂട്ടുകാര് വരില്ലല്ലോ, എന്റെ ഭാര്യസന്താനങ്ങള് വരില്ലല്ലോ, ഞാൻ സ്നേഹിക്കുന്ന ഒരാളും എന്റെ കൂടെ പള്ളിക്കാട്ടിലേക്ക് വരില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട വീടാണല്ലോ. അതിനുവേണ്ടി ഒന്ന് തയ്യാറെടുക്കുകയാ സഹാബ. മോനെ, നീ കബറിനകത്ത് പോയി കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പള്ളിക്കാട്ടിൽ പോയി ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മോനെ, 24 മണിക്കൂറും കബറിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഖബർസ്ഥാനിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന സമയത്തെങ്കിലും നീ 6 അടി മണ്ണിനകത്തേക്ക് പോകേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കൊന്ന് വേണം ചെറുപ്പക്കാരാ. അല്ലാതെ ആവശ്യ പള്ളത്തിറപ്പിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ മുന്നിൽ നിസ്കാരം നടക്കുന്ന സമയത്ത്, പള്ളിയിൽ കയറേണ്ട സമയത്ത് കൂട്ടുകാരൻ ബൈക്കിൽ പാഞ്ഞു വരികയാണ്, അവന്റെ കൂടെ കേറിയിട്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ പോവുകയോ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയോ. മോനെ, എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്നലില്ലാഹി തആല ഇബാദുൻ, അല്ലാഹുവേ യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയാ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. യഖഅദൂന അലൈഹാ ഖൗമുൻ ലിബാസുഹും ഹരീർ വവുജൂഹുഹും ലനൂർ. നാളെ എല്ലാവരും അല്ലാഹുവിന്റെ പരലോകത്ത് നിൽക്കുമ്പോ പടച്ചവനെ ഒരു സ്വർണ്ണത്തിന്റെ സിംഹാസനം കൊണ്ടുവരികയാണ്. എന്നിട്ട് സ്വർഗ്ഗത്തിലെ വസ്ത്രം ധരിപ്പിക്കുകയോ, അവന്റെ തലയിൽ കിരീടം ധരിപ്പിക്കുകയോ, എന്നിട്ടൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇരുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, കുഞ്ഞായ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കോടാനുകോടി ജനങ്ങൾ ഇടമനം നിന്ന് ഒരുങ്ങുന്ന ദിവസമുണ്ടല്ലോ, ഒന്നുകിൽ നരകം ഒന്നുകിൽ സ്വർഗം. അല്ലാഹുവേ, ഇവിടെ നിൽക്കാൻ വയ്യ പടച്ചവരെ, നരകത്തിലാണെങ്കിലും കുഴപ്പമില്ല അല്ലാ, ഒന്ന് കടത്തി വിടുമോ എന്ന് ചോദിക്കുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് സ്വർണ്ണത്തിന്റെ സിംഹാസനത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇരുത്തുമെന്ന് പ്രവാചകൻ പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, അതിനകത്ത് പ്രവാചകന്മാരാണോ ശുഹദാക്കളാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകന്മാരും ശുഹദാക്കളുമല്ല. ഈ സിംഹാസനം കാണുമ്പോ അവര് പോലും ആഗ്രഹിക്കുമല്ലോ, എനിക്കതൊന്ന് കിട്ടിയിരുന്നെങ്കില്. പ്രവാചകന്മാരും ശുഹദാക്കള് പോലും ആ സിംഹാസനത്തിൽ ഇരിക്കാൻ കൊതിക്കും. അവരല്ല ഇരിക്കുന്നത്, അവിടെ മനുഷ്യരെ കൊണ്ടിരുത്തുകയാണ്. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പല ചെറുപ്പക്കാരും നാളെ സ്വർണത്തിന്റെ സ്വർഗത്തിലെ കിരീടം ധരിച്ചുകൊണ്ട് അവര് സ്വർണത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, ആരാ നബിയേ, ആരാ നബിയേ? പ്രവാചകന്മാരും ശുഹദാക്കളും പോലും ആഗ്രഹിക്കുന്ന ആ പരലോകത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന ആ ഭാഗ്യവാൻ ആരാ നബിയേ? ആരെന്നറിയുമോ ചെറുപ്പക്കാരാ? പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിന്നെ കയ്യിൽ പിടിച്ച് നിന്നെ കൊണ്ടുപോകുന്ന കൂട്ടുകാരനുണ്ടല്ലോ. പടച്ചറപ്പ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, വാളിന്റെ സദസ്സിലേക്ക് വേണ്ടി മജ്‌ലിസുൻ നൂറില് പങ്കെടുക്കാൻ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നിന്നെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ. അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്ന നിന്റെ കൂട്ടുകാർ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ദിവസം നീ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവോ ചെറുപ്പക്കാരാ?
ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? നീ പറയും അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താ. അവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? സുബഹി നമസ്കരിച്ചിട്ടുണ്ടോടാ? അങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാരനാ വേണ്ടത്. അങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാരൻ എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയോ? എടാ, ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചിട്ട് ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് പറയണമെങ്കിൽ സുഹൃത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയോ, പാതിരാത്രി സമയത്ത് തന്റെ കൂട്ടുകാരനായ പടച്ചവനെ സഈദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാദ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരനാട് അല്ലാഹുവേ നാളെ രാവിലെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പോകാൻ തയ്യാറെടുക്കുമ്പോ അതാ ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ കൂട്ടുകാരനെ വിളിക്കുകയാ, എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ? ആത്മാർത്ഥ സുഹൃത്തിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. രണ്ടുപേരും മുതുവെടുത്തു. രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പുറകെ നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാ പോകുകയാ. എന്റെ കൂട്ടുകാരനാ, എന്റെ ആത്മാർത്ഥ സുഹൃത്താ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. നീ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ട് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മനസ്സുരുകിയിട്ട് ആമീൻ പറയണേ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂട്ടുകാരൻ പറയുകയാ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാ, നീ മനസ്സുരുകിയിട്ട് ആമീൻ പറയണം. അല്ലാഹുവേ, ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാ. പടച്ചവര്, എനിക്ക് വരുന്ന ശത്രു എന്നെക്കാളും ആരോഗ്യമുള്ളവനാകണേ അല്ലാ, എന്നെക്കാളും കഴിവുള്ള യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണേ പടച്ചവര്. അവനെന്റെ കൈ മുറിക്കണേ അല്ലാ, അവനെന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ ചെവി വെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണേ അല്ലാ. മഹാനായ ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുവന്ന് പാതിരാത്രി പുറകെ ഇരുത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാ. പടച്ചവനെ, ആമീൻ പറയുന്നത് കൂട്ടുകാരനാ, പറയുന്നത് അല്ലാഹുവേ, നാളെ എന്റെ എതിരെ വരുന്ന യോദ്ധാവ് എന്റെ കൈ മുറിക്കണേ അല്ലാ. കൂട്ടുകാരൻ പുറകെ ഇരുന്ന് ആമീൻ, എന്റെ കാല് മുറിക്കണേ അല്ലാ, എന്റെ ചെവി മുറിക്കണേ അല്ലാ. നാളെ യുദ്ധക്കളത്തിൽ ഏറ്റവും കൂടുതൽ വെട്ടുകൊണ്ടിട്ട് എനിക്ക് ഷഹീദാകാൻ നീ ഭാഗ്യം തരണേ അല്ലാ. എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ, എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ. ആത്മാർത്ഥ സുഹൃത്ത് ആമീൻ പറയുകയാണ്. ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവസാനം ദുആ ചെയ്ത് പിരിയുമ്പോ തന്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയോ, അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ സാക്ഷിയാ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നീ എനിക്ക് സാക്ഷി നിൽക്കണം കൂട്ടുകാരാ. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനെ തെരഞ്ഞു നടക്കുകയാ, തന്റെ കൂട്ടുകാരനെ തെരഞ്ഞു നടക്കുകയാ. പടച്ചവനെ, ചെന്ന് നോക്കുമ്പോ കാല് മുറിച്ചിട്ടുണ്ട്, കൈ മുറിച്ചിട്ടുണ്ട്. പടച്ചവരെ, ശരീരം മുഴുവനും വെട്ടി മുറിച്ചിട്ടുണ്ട്, ചെവിയാണെങ്കിൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അല്ലാഹുവേ, മരണത്തോട് മല്ലടിച്ച് കൊണ്ട് കിടക്കുമ്പോ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ അടുക്കൽ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ച് നീ എനിക്ക് സാക്ഷി നിൽക്കണേ കൂട്ടുകാരാ.
എന്ന് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്ന് ഷഹീദായെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇതുപോലെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടില്ല, പടച്ചറപ്പിന്റെ സ്വർഗ്ഗം നിനക്ക് വെറുതെ കിട്ടില്ല. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുത്തിഗാ മർദാതില്ലാഹ്